ഡൽഹിയിൽ 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനമില്ല എന്നുള്ളൊരു ഇഷ്യൂ വന്നതോടുകൂടി അത് അങ്ങോട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സമയം നീട്ടി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ എന്ത് തന്നെയായാലും ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ പോയി അവിടെ നിന്ന് വാഹനം എടുത്ത് ഇങ്ങോട്ട് വരുന്ന ഒരു ചടങ്ങാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആളുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അത്ര ശാശ്വതമാണോ കാര്യങ്ങൾ? കാരണം ഡീസൽ വാഹനങ്ങളിലൊക്കെ ആൾക്കാരുടെ താല്പര്യം കുറഞ്ഞു വരുന്നു എന്ന കണക്കുകളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വാഹനങ്ങളാണ്, അതിനുശേഷം ഡീസൽ വാഹനങ്ങളായിരുന്നു. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം അതിൽ ചെറിയ തിരുത്തലുകൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം 56,863 ഡീസൽ വാഹനങ്ങളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അത് 3-ാം സ്ഥാനമാണ്. 2-ാം സ്ഥാനത്ത് ആരാന്നറിയോ? 86,888 ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ കയറി വരികയാണ്. അപ്പം ഈ ഡൽഹിയിൽ നിന്നൊക്കെ വലിച്ചുകൊണ്ട് ഡീസൽ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നും ഇനി അടുത്ത സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോകേണ്ടി വരുമോ എന്ന് കണ്ടറിയണം. അല്ലേ? ഇവിടെ നിയമങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല എങ്കിലും ഭാവി ഇലക്ട്രിക് വാഹനങ്ങളിൽ തന്നെയാണെന്നാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയല്ലോ. അതാണല്ലോ ആളുകൾക്ക് എപ്പോഴും ഒരു ആശങ്ക. നമ്മളെങ്ങോട്ടേലും ഇറങ്ങി തിരിക്കുമ്പോൾ ഇത് വഴിയിലാവുമോ. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് പണ്ടത്തെ പോലെയല്ല 500-550 മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ ആരാണ് ഡീസൽ വാഹനങ്ങളും പെട്രോൾ വാഹനങ്ങളൊക്കെ ഡെയിലി 500 കിലോമീറ്റർ വെച്ച് ഓടിക്കുന്നത്? ആരുമില്ല.